ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലയം എന്ന സസ്പെൻസ് ത്രില്ലർ നോവലാണ്. 22ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ നോവലിലേക്ക് പോയാലോ. അവർക്ക് ശിവൻകുട്ടി എവിടെയെന്ന് അറിയണം. ഞാനാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി കൂസലെന്നെ പറഞ്ഞു. ജീപ്പിലോട്ട് കയറാ. എന്താ സാറേ കാര്യം? കാര്യം അറിഞ്ഞിട്ടേ നീ കയറുകയുള്ളോ? അത്രയേ ഉള്ളൂ സാറേ. നോബലിൻ്റെ മകനെ നീയല്ലടാ റാസ്കലെ ഒളിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആര് പറഞ്ഞു? നോബലിൻ്റെ മകനും ഞാനുമായിട്ട് എന്ത് ബന്ധം? നോബലിൻ്റെ മകൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാം അല്ലടാ? ഞാനെങ്ങനെ അറിയാൻ? സൂസൻ ഫെർണാണ്ടസ് നോബലിൻ്റെ മകനെയും കൊണ്ട് പോയതിന് ശേഷം തനിയെ തിരിച്ചു വന്നപ്പോൾ നിന്നെയാണ് ആദ്യം വന്ന് കണ്ടത്. അത് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നോബലിൻ്റെ മകനെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് അവർ നിന്നോട് പറഞ്ഞില്ലേ? അവർക്ക് എന്നോട് പറയേണ്ട കാര്യം എന്താ? അവരുടെ ഒന്നുമല്ലല്ലോ. നിനക്കറിയാമടാ റാസ്കലെ. വണ്ടിയിലോട്ട് കയറാ. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നീ കിളി പറയുന്ന പോലെ പറയുമെന്ന് ഞങ്ങൾക്കറിയാടാ. ഞാൻ സ്റ്റേഷനിലോട്ട് വരികയില്ല സാറേ. അല്ല, നോബലിൻ്റെ മകൻ്റെ കാര്യത്തിൽ ആർക്കാ പരാതി? ആർക്കെങ്കിലും പരാതിയുണ്ടോ? എസ് ഐ ഒന്ന് പതറി. സാറേ, പരാതിപ്പെടുത്താൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അത് നോബിളാ. അവൻ ജീവനുള്ള കാലത്ത് എൻ്റെ പേരിൽ പരാതിപ്പെടുകയില്ല. ഇതിനകം ലോറിത്തെരുവിലുള്ള പുരുഷാരം അവിടെ തടിച്ചുകൂടി കഴിഞ്ഞിരുന്നു. അച്ചൻകുഞ്ഞും റഷീദും മോഹൻ വർഗീസ് സകലരുമുണ്ട്. അവർ പോലീസ് ജീപ്പ് പറഞ്ഞു. റഷീദ് പറഞ്ഞു, സാറേ, ചുമ്മാതൊരുത്തനെ പിടിച്ചുകൊണ്ട് പോകാൻ ഞങ്ങളുടെ ലോറിത്തെരുവുകാർ സമ്മതിക്കില്ല. നിങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ശരിക്കും അറിയാം. സൂസൻ ഫെർണാണ്ടസിനെ കൊലയ്ക്ക് കൊടുത്തില്ലേ? അതുപോലെ ഇനി നോബലിൻ്റെ മകനെ കൂടി കൊലയ്ക്ക് കൊടുത്താലേ നിങ്ങൾക്ക് തൃപ്തിയാകത്തുള്ളായിരിക്കും. മേടിച്ച കാശിൻ്റെ നന്ദി കാണിക്കണമല്ലോ. പക്ഷെങ്കിൽ ലോറിത്തെരുവിലത് വേണ്ട, നടക്കുകയില്ല. എസ് ഐ ഒന്ന് ചമ്മി. ആൾക്കൂട്ടം മുറുമുറുക്കുന്നുണ്ട്. വേണമെങ്കിൽ ബലാബലം നോക്കാമെന്ന് തന്നെയാണ്. നാളെ നീ സ്റ്റേഷനിലേക്ക് വന്നേക്കണം. ഇപ്പം ഞങ്ങൾ പോകും, എസ് ഐ ശിവൻകുട്ടിയോട് നിർദ്ദേശിച്ചു. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ശിവൻകുട്ടി അലസമട്ടി പറഞ്ഞു. പോലീസ് ജീപ്പിൽ അപ്പോൾ തന്നെ അവർ തിരിച്ചുപോയി. രാത്രിയിൽ മുറിയുടെ വാതിലാരോ മുട്ടുന്നുകൊണ്ട് ഉറക്കത്തിലായിരുന്ന ശിവൻകുട്ടി ഞെട്ടി എഴുന്നേറ്റു. വാതിൽ തുറന്ന ശിവൻകുട്ടിക്ക് മുഖമടച്ച് അടിയേറ്റു. അയാൾ വേച്ചുപോയി. മുമ്പിൽ കാക്കിധാരികൾ നിരന്ന് നിൽക്കുന്നുണ്ട്. ഒരടി കൂടി കിട്ടി. പിന്നെ നിർദ്ധയം ജീപ്പിനുള്ളിലേക്ക് വലിച്ചഴക്കപ്പെട്ടു. ജീപ്പ് കുതിച്ചു. സ്റ്റേഷനിന് മുമ്പിൽ ജീപ്പ് നിന്നു. ശിവൻകുട്ടിയെ പോലീസ് ലോക്കപ്പിനുള്ളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. പകൽ നിന്നെ വന്ന് കണ്ടപ്പോൾ എന്തൊരു ഗമയായിരുന്നടാ നിനക്ക്. പന്ന റാസ്കൽ. പോലീസെന്ന് പറഞ്ഞാൽ പിള്ളേർ കളിയാണെന്ന് കരുതിയ നീ. ചെകിട്ടത്തൊരടിയും നാഭിയിലൊരു തൊഴിയും. ശിവൻകുട്ടിയുടെ ശ്വാസം വിലങ്ങിയിരുന്നു പോയി. പോലീസ് വെറും പുല്ലാണെന്നാണ് നീ കരുതിയത്. അല്ലേടാ പട്ടി. നിന്നെപ്പോലത്തെ കഴിവേറിയൊക്കെ മരിക്കാനല്ലെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനാടാ ഈ കാക്കിയിട്ടുണ്ടോ നടക്കുന്നത്? ഊരിക്കളഞ്ഞ് ചിരയ്ക്കാൻ പോരുതോ? ശിവൻകുട്ടിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് അയാൾ വലിച്ചു പൊക്കി. 2 ചെകിട്ടത്തും പടക്കം പൊട്ടുന്ന പോലെ അടി വീണു. വാരിയല്ലുകൾക്ക് തൊട്ടു താഴെ കനത്ത ഇടികൾ. കാൽമുട്ടുകൊണ്ട് കീഴ്വായിട്ടില്ല ആഞ്ഞൊരു കുത്ത്. എവിടെയാണടാ നോബലിൻ്റെ മകൻ? നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ചത്തുപോയ ആ ഡാഷ് മോള് അവനെ എവിടെയാണ് ഒളിപ്പിച്ചേക്കുന്നതെന്ന് നിനക്കറിയാം. നിന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്. എസ് ഐ അയാളെ കുനിച്ചു നിർത്തി തല കാൽമുട്ടുകൾക്കിടയിലൂടെ തിരുകി. പിന്നെ ഇരു കൈകൊണ്ടും പുറത്ത് ആഞ്ഞടിച്ചു. ഓരോ ഇടിയും ഭും ഭും ഭുംന്ന് മുഴങ്ങി. പറയടാ ഡാഷ് മോനെ, പറ. ക്രൂരമായ മർദ്ദനം 1 മണിക്കൂറോളം നീണ്ടു. ശിവൻകുട്ടി കുഴഞ്ഞു വീഴുന്നവരെ. എന്നിട്ടും അയാളുടെ വായി തുറപ്പിക്കാനോ ഒരക്ഷരം മിണ്ടിക്കാനോ പോലീസിന് കഴിഞ്ഞില്ല. എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഏതാനും കോൺസ്റ്റബിൾമാർ ശിവൻകുട്ടിയെ തൂക്കിയെടുത്ത് ജീപ്പിൽ കൊണ്ടുവന്നിട്ട് ജീപ്പ് അയാളെയും കൊണ്ട് ലോറിത്തെരുവിലേക്ക് പാഞ്ഞു. ലോറിത്തെരുവിൻ്റെ ആരംഭത്തിലെ വളവിൽ ശിവൻകുട്ടിയുടെ ശരീരം തള്ളി റോഡിലിട്ടിട്ട് ജീപ്പ് തിരിച്ചു. ശിവൻകുട്ടി റോഡിൽ നിന്ന് എഴുന്നേറ്റ് വേച്ച് നടന്നു. ശിവൻകുട്ടിയുടെ മുറിയുടെ മുമ്പിൽ നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ശിവൻകുട്ടിയുടെ ക്ലീനർ തങ്കപ്പനാണ് തൻ്റെ ആശാനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ വിവരം ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞത്. റഷീദും അച്ചൻകുഞ്ഞും വർഗീസും മോഹനും
പിന്നെ ശിവൻകുട്ടിയുടെ ഗ്യാങ്ങിലെ ചട്ടമ്പികളെല്ലാം വന്നുകൂടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു അവർ. ശിവൻകുട്ടി ആടി അവരുടെ മുമ്പിലേക്ക് ചെന്നു. അയാളുടെ മുഖം കണ്ട് അവരെല്ലാം ഞെട്ടിപ്പോയി. അടിയും ഇടിയും ഏറ്റ് നീര് വങ്ങി വീർത്ത കരുവാളിച്ച മുഖം. കണ്ണുകൾ ശരിക്കും തുറക്കാനോ കഴിയുന്നില്ല. മൂക്കിലൂടെയും വായിലൂടെയും ശരിക്കും ചോര ഒലിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് റഷീദ് ചോദിച്ചു. ശിവൻകുട്ടി ഞരങ്ങിയും മൂളിയും ഒരുവിധം കാര്യം പറഞ്ഞൊപ്പിച്ചു. ശിവൻകുട്ടിയുടെ വലങ്കയും സംഘത്തിലെ പ്രധാനിയുമായ കാലം തമ്പി തൻ്റെ കൂട്ടുകാരെ വിളിച്ച് മാറ്റി നിർത്തി അല്പനേരം രഹസ്യ സംഭാഷണം നടത്തി. എന്നിട്ട് റഷീദിനോട് അച്ചൻകുഞ്ഞിനോടായിട്ട് പറഞ്ഞു, നിങ്ങൾ ആശാനെ കുഴമ്പിട്ട് തിരുമ്മി നല്ലപോലെ ആവി പിടിപ്പിച്ചു കൊടുക്കുക. കഴിവേറികൾ ശരിക്കും പെരുമാറിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വന്നേക്കാം. നിങ്ങളെവിടെ പോകുന്നു? റഷീദ് ചോദിച്ചു. അവനെ ഒന്ന് കണ്ടിട്ട് വരാം. SIക്ക് ഇടിക്ക് കാശെന്നാ കിട്ടിയെന്നൊന്ന് അറിയണമല്ലോ. കാലം തമ്മിയും 15ഓളം വരുന്ന ആൾക്കാരും ആ അർദ്ധരാത്രി നേരത്ത് ലോറിത്തെരുവിലൂടെ മാർച്ച് ചെയ്യും പോലെ നടന്നുപോയി. SI ക്വാർട്ടേഴ്സിൽ ചെന്ന് കുളി കഴിഞ്ഞ് ഉറങ്ങാൻ വട്ടം കൂടുകയായിരുന്നു. ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്കാണ് താമസം. സാറേ ആരോ വാതിലിൽ തട്ടി വിളിക്കുന്നു. ആരാ? ഒരു പരാതിക്കാരനാണേ. SI ഒരു വാതിൽപ്പാളി തുറന്നതും കാലം തമ്പിയുടെ ഉരുക്കുമുഷ്ടി മൂക്കത്ത് പതിഞ്ഞതും ഒപ്പായിരുന്നു. അയാൾ പിന്നോട്ട് വേച്ച് ടീപ്പയുടെ മീതേക്ക് ചാഞ്ഞു. വാതിലിലൂടെ തുരുതുര ആളുകൾ അകത്തേക്ക് ഇടിച്ചു കയറി. കാലം തമ്പി അയാളെ പൊക്കി. ഞങ്ങൾ ശിവൻകുട്ടിയുടെ ആൾക്കാരാ. ശിവൻകുട്ടിയെ തല്ലിച്ചതച്ചതിന് സാറിന് കാശെന്നാ കിട്ടിയെന്നറിയാൻ വേണ്ടി വന്നതാ. അതങ്ങ് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ പോയിക്കോളാം. SI മേശപ്പുറത്ത് ബെൽറ്റിനും തൊപ്പിക്കും അരികിലിരിക്കുന്ന റിവോൾവറിലേക്ക് നോക്കി. തോക്കൊക്കെ അവിടെ ഇരുന്നോളും സാറേ, പേടിക്കണ്ട, ഞങ്ങൾ എടുത്തുകൊണ്ട് പോവുകയില്ല. കാലം തമ്പി കൈ വീശി ചെകിട്ട് താഞ്ഞടിച്ചു. പിന്നെ ഓരോരുത്തരുടെയും മൂഴമായിരുന്നു. 15 പേരും തങ്ങളാലാവുന്ന ശക്തിയിൽ 2ഉം 3ഉം വീതം കൊടുത്തു. SI അവശനായി. കാലം തമ്പി അയാളെ പിടിച്ചു പൊക്കി. എന്നിട്ട് മുടുക്കി കൊത്തിപ്പിടിച്ച് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒലച്ചു. സാറേ, അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവനാ. ഞങ്ങളെ ഇവിടുത്തുകാരാ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ. മര്യാദയ്ക്ക് പറഞ്ഞോ. നോബിളിൻ്റെ മകനെ കാട്ടിക്കൊടുക്കാൻ അവരെന്നാ തന്നു? 10,000 രൂപ. SI വിക്കി. കാലം തമ്പി SIയുടെ മുഖത്തേക്ക് ആട്ടിത്തുപ്പി. 10,000 മൂലുവ. സാറിൻ്റെ നാട്ടിൽ സാറിനും ഭാര്യയും മക്കളും ഇല്ല സാറേ. എത്ര രൂപ കിട്ടിയാലും സാറിൻ്റെ മോനെ കൊലക്കി കൊടുക്കും? SIക്ക് മിണ്ടാട്ടില്ല. പറ സാറേ, 15,000? SI നിഷേധാർത്ഥത്തിൽ തലയാട്ടി. 1,00,000? പ്രതികരണമില്ല. ഉത്തരം പറ. ഇല്ലെങ്കിൽ എനിക്ക് കലി കയറുവേ. ഇല്ല. 1 കോടി കിട്ടിയ സാറിൻ്റെ മോനെ കൊലക്കി കൊടുത്തില്ലേ? ഇല്ല. എന്നിട്ടാണോ സാറേ തൂക്കുമരം കാത്ത് ജയിലിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൊച്ചിൻ്റെ കൊലക്കി കൊടുക്കാൻ സാറ് 15,000 മേടിച്ചത്? സാറിൻ്റെ മോനെ പോലെ അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ? മറുപടിയില്ല. ആട്ടെ, ആരാ സാറിന് കാശ് തന്നത്? SI മൗനം. കാലം തമ്പിയും സംഘവും തിരിച്ചു പോരാൻ ഭാവിച്ചു. വാതുക്കലെത്തിയ തമ്പി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, സാറിന് നാളെ ഞങ്ങളുടെ പേരിൽ കേസെടുക്കാം, അറസ്റ്റ് ചെയ്യാം. നാളത്തെ കഴിഞ്ഞ് സാറ് ഈ ഭൂമിക്ക് മീതെ കാണുകയില്ല. ഇവിടെ ഒരുപാട് SIമാർ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ലോറിത്തെരുവിൽ വന്ന് ഒരുത്തരും ആൾ കളിച്ചിട്ടില്ല. കളിച്ചവനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാക്കി ഇട്ടിട്ടുണ്ടെന്ന് വെച്ച് എന്ത് പോക്രിത്തരവും കാണിക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങൾ ലോറിത്തെരുവുകാർ വകവച്ച് തരികയില്ല. കാലം തമ്പിയും സംഘവും ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. അധ്യായം 39. 18-ാം തീയതി നോബിളിൻ്റെ കേസിൽ കീഴ്ക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിന്മേൽ നോബിളിൻ്റെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി വിധിയുണ്ടായി. ലോറിത്തെരുവിൽ വലിയ ആഹ്ലാദവും ആഘോഷമായിരുന്നു. നോബിളിൻ്റെ സ്നേഹിതർ ലോറിത്തെരുവിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും മിഠായി വിതരണം നടത്തി. ചിനാർ എസ്റ്റേറ്റിൽ മ്ലാനതയായിരുന്നു. ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ പാർക്കപ്പെട്ടിരിക്കുന്ന നോബിളിൻ്റെ മകനെ എങ്ങനെ കണ്ടുപിടിച്ച് ഇല്ലായ്മ ചെയ്യുമെന്നുള്ള തലവേദന നിലനിൽക്കുകയാണ് പുതിയ വെല്ലുവിളി. വില്യംസും കൂട്ടരും തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. 8 വർഷം പെട്ടെന്നങ്ങ് പോകും. അതല്ലല്ലോ പ്രധാന പ്രശ്നം. നോബിൾ ജീവിച്ചിരിക്കുമ്പോൾ എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം അരുണ് കിട്ടിയില്ല. ജയിലിൽ വെച്ച് തന്നെ അവനെ തട്ടണം. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. എന്നാലും ചാവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്തു വെച്ചിട്ടാണല്ലോ അവൾ പോയത്. അപ്പീലിനും വാദത്തിനും ഒക്കെ പോകുന്നതിന് മുമ്പേ അവളെ തട്ടേണ്ടതായിരുന്നു, വില്യംസ് പറഞ്ഞു. കുറേ പണം ചിലവായെങ്കിലും സൂസൻ്റെ മരണം ആത്മഹത്യയായി
സംശയരഹിതമായി സ്ഥാപിക്കപ്പെട്ടതിൽ അവർ സന്തുഷ്ടയായിരുന്നു. അപ്പോഴാണ് അശനിവാദം പോലെ ഹൈക്കോടതി വിധി. ജയിലറും ഗാർഡുകളും കൂടി വന്ന് സെൽ തുറന്നപ്പോൾ നോബിൾ വിവരം അറിഞ്ഞില്ല. ജയിൽ സൂപ്രണ്ട് നോബിളിനെ വിളിച്ചു പറഞ്ഞു, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിന്റെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തം ഇളവ് ചെയ്തു. നോബിളിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. ഒരുതരം മരവിപ്പായിരുന്നു അയാളുടെ മുന്നിൽ. നിനക്ക് സന്തോഷമായില്ലെന്നുണ്ടോ? നിന്റെ ഭാഗ്യമെന്ന് കരുതിക്കോ. മര്യാദക്കാരനായി കഴിഞ്ഞുകൂടി 8 വർഷം കൊണ്ട് തീരും. അമ്മയും ഭാര്യയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട് ഞാൻ 8 വർഷം മര്യാദക്കാരനായി നിന്നിട്ട് എന്ത് നേടാനാ സാറേ? നോബിൾ അത്രേ പറഞ്ഞുള്ളൂ. അന്ന് മുതൽ നോബിളിനെ കണ്ടന്റ് സെൻറ്റിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വേറെയും തടവുകാർ ആ സെല്ലിലുണ്ടായിരുന്നു. വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടി എത്തിയവനായതുകൊണ്ട് കോളടിച്ചല്ലോ ഭാഗ്യവാൻ എന്ന മട്ടിലായിരുന്നു മറ്റു തടവുകാരുടെ പെരുമാറ്റം. ചില തടവുകാർ പരുഷമായി പെരുമാറി. പിന്നീട് നോബിളിൻ്റെ ദുരന്ത കഥകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹതടവുകാർക്കെല്ലാം അയാളുടെ അനുകമ്പയായി. നോബിളിന് എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്നതിന് അവരെല്ലാം തയ്യാറായി. നോബിളിനോട് അവർ പ്രത്യേക പരിഗണന കാട്ടുകയും പല സൗജന്യങ്ങളും നൽകുകയും ചെയ്തു. തൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തല്ലെന്ന കാര്യത്തിൽ നോബിളിനും തീരെ സംശയമുണ്ടായിരുന്നില്ല. ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമാണ് അമ്മയുടെ മരണമെന്ന് അയാൾ വിശ്വസിച്ചു. അമ്മ വധിക്കപ്പെടുകയായിരുന്നു. പോലീസാകട്ടെ ആ സാധ്യതയുടെ നേർക്ക് കണ്ണുകൾ അടച്ചു കളഞ്ഞു. താൻ കൊല്ലപ്പെടുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. അവസാനം തമ്മിൽ കണ്ടപ്പോൾ അമ്മ പറഞ്ഞ പദങ്ങൾ നോബിൾ ഓർത്തു. അവർ ഇങ്ങനെ പറയുന്നതായി തോന്നി, നീയാണ് സകലതിനും കാരണം. നിന്റെ അപ്പം നിനക്ക് തന്ന സ്വത്ത് സ്വീകരിക്കാൻ നീ സമ്മതിച്ചില്ല. നിന്റെ അഹന്തയ്ക്ക് നീ കൊടുത്ത വിലയാണിത്. നിന്റെ ഭാര്യയുടെ ജീവൻ, കുഞ്ഞിൻ്റെ ജീവൻ, വളർത്തമ്മയുടെയും വളർത്തച്ഛൻ്റെയും ജീവൻ, ഒടുവിൽ എൻ്റെ ജീവനും. വാസ്തവമാണത്. അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ താൻ വൈകി. ഉള്ളിൽ എത്ര ഇളവ സ്നേഹമുണ്ടെങ്കിലും അമ്മയോടത് പ്രകടിപ്പിക്കാനും താൻ വൈകി. മിക്കപ്പോഴും സ്നേഹശൂന്യനെ പോലെ അമ്മയോട് പെരുമാറി. പലപ്പോഴും മനഃപൂർവ്വമെന്നവണ്ണം അമ്മയെ വേദനിപ്പിച്ചു. തൻ്റെ ഏത് ആപത്ഘട്ടത്തിലും അമ്മ തുണയായി ഉണ്ടായിരുന്നു. തനിക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി വളരെയധികം പണം ചെലവാക്കി. അമ്മയുടെ സഹായമില്ലായിരുന്നെങ്കിൽ താനിപ്പോഴും ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്നാലും അമ്മയോട് തിരികെ സ്നേഹം പ്രകടിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. അഹന്ത കൊണ്ട്, ഞാൻ എന്ന ഭാവം കൊണ്ട്. തനിക്ക് സ്നേഹമുണ്ടെന്ന് അമ്മ മനസ്സിലാക്കിയിരിക്കണം. എന്നാലും ഇനി തനിക്ക് സ്നേഹിക്കാൻ അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ. ഇനി ഒരിക്കലും സ്നേഹം കൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ലല്ലോ. അമ്മയോട് കാട്ടിയ ക്രൂരതകൾക്ക് മാപ്പ് പറയാൻ പോലും. തൻ്റെ സ്നേഹവും ദയവും കാരുണ്യവും വേണ്ടാത്ത ലോകത്തേക്ക് അമ്മ പോയി കഴിഞ്ഞിരിക്കുന്നു. താനും തൻ്റെ അഹന്തയും നിമിത്തം ഒരു ജീവിതം ബലികഴിക്കപ്പെട്ടിരിക്കുന്നു. നോബിളിന് വീർപ്പ് മുട്ടി. അസ്വസ്ഥതയാൽ പൊളഞ്ഞ അയാൾ എഴുന്നേറ്റിരുന്നു. ഇടനാഴിയിലെ ബൾബിൻ്റെ പ്രകാശം ഇരുമ്പഴിക്കൽക്കൊള്ളിലൂടെ സെല്ലിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. തടവുകാരെല്ലാം ഉറക്കം. നോബിൾ എഴുന്നേറ്റു. തടമുറിയിലൂടെ ഇരുമ്പുഴകൾക്കരികെ വരെ നടന്നു. പിന്നെ തിരിച്ച് ഭിത്തി വരെ. കൈകൾ പിറകിൽ പിണച്ചു കെട്ടിയുള്ള നടത്തം. ജയിലിൽ തടവുകാരനായ അധികകാലം താൻ തുടരുകയില്ലെന്ന് നോബിൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ തന്നെ ജയിൽ ചാടുക. മിക്ക രാത്രികളിലും നോബിളിന് ഉറക്കമില്ലായിരുന്നു. തടവ് ചാടുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എങ്ങനെ തടവ് ചാടുമെന്ന് മാത്രം നിശ്ചയമില്ല. തടവ് ചാടിക്കഴിഞ്ഞുള്ള ഭാഗങ്ങൾ സിനിമയിലെന്ന വണ്ണം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. താൻ ജയിലിൽ നിന്നും ചാടിക്കഴിഞ്ഞുവെന്ന് തന്നെ ചിലപ്പോൾ അയാൾക്ക് തോന്നും. ലോറി തെരുവിൽ നിന്നും ശിവൻകുട്ടിയുമായി സന്ധിക്കണം. എന്നാലേ തൻ്റെ മകൻ അവസാനമായി ഒരു നോക്ക് കാണാനൊക്കൂ. പിന്നെ നേരെ ചീനാർ എസ്റ്റേറ്റിലേക്ക്. എല്ലാവരും ഹാജരുണ്ട്. വില്യംസ്, ജോയൻ, ജോർജ്, അരുൺ, മൈക്കിൾ, അജിത, ഡോൺ എല്ലാവരുണ്ട്. കൈയും വായും മൂടിക്കെട്ടി ഭിത്തിയോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. പ്രതികാരം എങ്ങനെ നിർവഹിക്കണം എന്ന ആശയക്കുഴപ്പം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ചാവാലിപ്പട്ടികളുടെ കഥ കഴിക്കേണ്ടത്? ഇഞ്ചിഞ്ചായിട്ട് വേണം ഓരോരുത്തരും മരിക്കാൻ. ദേഹം മുഴുവൻ കത്തി കൊണ്ട് വരഞ്ഞ് മുളകുപൊടി വിതറാം. എന്തു രസമായിരിക്കും! നോബിൾ ആ രംഗം മുഴുവൻ മുന്നിൽ കണ്ടിട്ടുണ്ടെന്നും തൃപ്തിയോടെ പുഞ്ചിരിച്ചു. ഓരോരുത്തരെ വീതം കൊല്ലുക. യഥാക്രമം ജോയൻ, ജോർജി, ഡോൺ, അജിത. ഇത്രയും പേരെ ആദ്യം വില്യംസും മൈക്കിളും അരുണും. ആ കാഴ്ച ആദ്യം മുതൽ അന്ത്യം വരെ കാണണം. അവരുടെ കണ്ണുകളിലെ പേടി, എലിപ്പത്തായത്തിൽ കുടുങ്ങിയ എലിയുടെ കണ്ണുകളിലെ പേടി.
നോബിൾ പതുക്കെ ചിരിച്ചു. വരട്ടെ, കൊല്ലുന്നതിന് മുമ്പ് കുറേ കണക്കുകൾ പറയാനുണ്ട്. അപ്പോൾ സാറന്മാരെ, ഞാൻ നിങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു കൊന്നു. ചുട്ടു കൊല്ലുന്നതാണ് എനിക്കിഷ്ടം. എന്തെങ്കിലും ഭേദഗതി നിർദ്ദേശിക്കാനുണ്ടോ? ഇല്ല എന്നെല്ലാ കണ്ണുകളിലും മരണഭീതി. കൊല്ലേ എന്ന അപേക്ഷ. ദയയ്ക്ക് വേണ്ടി കെഞ്ചുകയാണ്. എൻ്റെ പെണ്ണിനെയും പൊന്നുമോളെയും വളർത്തമ്മയും വളർത്തച്ഛനെയും ജീവനോടെ ചുട്ടുകരിച്ചപ്പോൾ ദയ എവിടെയായിരുന്നു? എൻ്റെ അമ്മയെ കെട്ടിത്തൂക്കി കൊന്നപ്പോൾ നിങ്ങളിപ്പോൾ തേടുന്ന കരുണ എവിടെയായിരുന്നു? ഇല്ല, ദയയും കാരുണ്യവും കാണാനേ ഇല്ല. അന്നുമില്ല, ഇന്നുമില്ല. വില്യംസ്, നീ എനിക്ക് എന്ത് തരാമെന്ന് പറയുകയാണോ? നിൻ്റെ സ്വത്ത് മുഴുവൻ. നിന്നെ ഞാൻ വെറുതെ വിട്ട? എൻ്റെ ഭാര്യയെ തിരിച്ചു തരാൻ നിനക്ക് പറ്റുമോ? എൻ്റെ അമ്മയെ, എൻ്റെ പൊന്നൂനെ? ഇല്ല, നീയാണ് ഏറ്റവും അവസാനം മരിക്കേണ്ടവൻ. നിങ്ങളുടെ മക്കളുടെ മരണം നീ ശരിക്കും ആസ്വദിക്കണം. അവരെ ഞാൻ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് നിനക്കറിയണ്ടേ? എളുപ്പത്തിൽ ഉരിഞ്ഞു പോരുന്ന തൊലികളെല്ലാം ഞാൻ ഉരിഞ്ഞെടുക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മുട്ടോളം അറക്കപ്പടിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അടിയിൽ ഞാൻ തീയിട്ട് കഴിഞ്ഞു. നീറി നീറി കത്തിത്തുടങ്ങി കാലുകൾ വെന്ത് കരിയുമ്പോഴും നിങ്ങൾ മരിച്ചിട്ടുണ്ടാവില്ല. ഒരു നിമിഷം നിൽക്ക്. നിങ്ങളുടെ കണ്ണുകളിലെ ഇപ്പോഴും ഒട്ടും മരണഭീതിയില്ലല്ലേ? അത്ഭുതം. എത്രയും വേഗം ഞങ്ങളെ കൊന്നുതരൂ എന്ന അപേക്ഷയാണല്ലേ? വളരെ പെട്ടെന്ന് മരിച്ചു കിട്ടാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടല്ലേ? എനിക്ക് തീരെ ധൃതിയില്ല. പതുക്കെ മതി. ഈ രാത്രി എൻ്റേതാണ്. നേരം വെളുക്കും വരെ സമയമുണ്ട്. നോബിള് അവരെ നോക്കി ക്രൂരമായിട്ടൊന്ന് ചിരിച്ചു. ഡാ, ഒരട്ടഹാസം. നോബിള് ഞെട്ടിത്തെറിച്ചു. അഴിവാതിലിനപ്പുറത്ത് വാർഡൻ. എന്താടാ കടന്നുറങ്ങാത്തത്? ജയിലിൽ ചാടാനുള്ള വഴി നോക്കുവാണോടാ? നിൻ്റെ എല്ലാം ഓരോന്നായിട്ട് വലിച്ചൂരും. കഴിവേറി പറഞ്ഞേക്കാം, പോയി കിടന്നു. നോബിള് തനിക്ക് കിടക്കാനുള്ള സ്ഥലത്തേക്ക് നീങ്ങി. അഴിവാതിക്കൽ അയാൾ സ്തംഭം കണക്കി നിൽക്കുകയായിരുന്നു. ഇത്രയും നേരം സ്വതന്ത്ര ലോകത്തിൽ നിന്നും തടമുറിയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. ശരിക്കും ചീനാർ എസ്റ്റേറ്റിലായിരുന്നു താൻ. പ്രതിയോഗികളെല്ലാം ബന്ധിതരായി കൺമുമ്പിലുണ്ടായിരുന്നു. എല്ലാം ശരിക്കും സംഭവിക്കുകയാണെന്നൊരു തോന്നൽ. നോബിൾ പോയി കിടന്നു. പിന്നീട് ഒരിക്കൽ സഹതടവുകാർ തമ്മിൽ സംഭാഷണത്തിനിടയിൽ നോബിൾ കേട്ടു, ഓപ്പൺ ജയിലിലാണ് തടവ് ചെയ്യാൻ സൗകര്യമെന്ന്. എത്രയും വേഗം ഓപ്പൺ ജയിലിലേക്ക് മാറാൻ ശ്രമിക്കുക, നോബിൾ തീരുമാനിച്ചു. അയാൾ അങ്ങേയറ്റം മര്യാദക്കാരനായി ജയിൽ ജീവിതം തുടർന്നു. ആശിച്ചതുപോലെ തന്നെ നോബിളിന് ഓപ്പൺ ജയിലിലേക്ക് മാറ്റം കിട്ടി. തുറസായ ആകാശം, തുറസായ ഭൂമി, ബദലുകളുടെ ബന്ധനമില്ല, കാരിരുമ്പുകളുടെ കാഠിന്യമില്ല, വിശാലമായ കൃഷിയിടങ്ങൾ, തരിശുഭൂമികൾ. ഇതുതന്നെയാണ് തനിക്ക് പറ്റിയ സ്ഥലം. നോബിള് ഓപ്പൺ ജയിൽ വക ഭൂമിയുടെ വിസ്തൃതിയും ഭൂപ്രകൃതിയും ദിക്കുകളും പുറം ലോകവുമായി സന്ധിക്കുന്ന റോഡുകളും ദൂരവുമെല്ലാം ഹൃദ്യസ്ഥമാക്കി. പുറം ലോകത്ത് ചെന്നാൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ചെന്നുപെടാമെന്നും അറിഞ്ഞുവെച്ചു. അതിനിടയിലാണ് നോബിൾ മാർക്കോസ് എന്ന കുറ്റവാളിയുമായി പരിചയപ്പെട്ടതും അടുത്തതും. അയാളും ഒരു ഡ്രൈവറാണ്. 40 വയസ്സ് പ്രായം വരും മാർക്കോസിന്. കൊലക്കുറ്റത്തിനാണ് അയാളും ജയിലിലടയ്ക്കപ്പെട്ടത്. ശിക്ഷ ജീവപര്യന്തം. കാര്യമായിട്ട് ബന്ധുക്കളാരുമില്ല. വയസ്സായ ഒരമ്മ, ഭാര്യ, 3 പെൺമക്കൾ, ഒരു കൊച്ചാന്തരിയും. ഭാര്യയെ ബലാത്കാരം ചെയ്യാൻ മുതിർന്നവനെ അടിച്ചു കൊന്നു എന്നതാണ് അയാളുടെ പേരിലുള്ള ചാർജ്. നേരാ, മക്കളെല്ലാം സ്കൂളിൽ പോയ നേരത്താ അവൻ വന്ന് അവളെ കയറി പിടിച്ചത്. ഒച്ചയും ബഹളം കെട്ടി ഞാൻ ചെല്ലുമ്പോൾ ഗുസ്തിയാണ് അകത്ത്. കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. സ്റ്റൂളെടുത്ത് തല തെച്ചൊഴിച്ച് ഒറ്റ അടി അടിച്ചുള്ളൂ. തലയോട് തകർന്നുപോയി. മാർക്കോസിന് ചെയ്തു പോയ പാതകത്തെക്കുറിച്ച് തെല്ലും കുറ്റബോധമില്ല. നോബിളിൻ്റെ കഥ അറിഞ്ഞപ്പോൾ മാർക്കോസിന് അയാളോട് അളവില്ലാത്ത അനുകമ്പയും നോബിളിൻ്റെ ശത്രുക്കളോട് കൊന്നാൽ തീരാത്ത പകയും തോന്നി. ഇവനെയൊക്കെ വകവരുത്തണടാ. ജയിലിൽ ചാടിച്ചെന്ന് തെരഞ്ഞു പിടിച്ച് എണ്ണി കണക്ക് തീർക്കണം, മാർക്കോസ് രോഷത്തോടെ പറഞ്ഞു. ശിക്ഷാകാലാവധി തീരുമ്പോഴേക്കും 8-10 വർഷം എടുക്കും. അപ്പോഴേക്കും നമ്മളെ ഒന്നിനും കൊള്ളാതാകും. ചോരയൊക്കെ തണുത്തു പോകും. ജയിലിൽ ചാടാൻ തന്നെ എൻ്റെ പരിപാടി. അതിനാ ഇങ്ങോട്ട് പോകുന്നതും. നോബിള്
തൻ്റെ ഗൂഢോദ്ദേശം വെളിപ്പെടുത്തി. അതാണടാ ആണത്തം. മർക്കോസ് നോബലിനെ പ്രോത്സാഹിപ്പിച്ചു. ചേട്ടൻ വരുന്നോ എൻ്റെ കൂടെ? നമുക്കൊന്നിച്ച് ചേട്ടാം. പക്ഷെ മാർക്കോസിന് ജയിൽ ചാടുന്നതിൽ അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സംഭവം ഉണ്ടായി. മാർക്കാസ് കൊലപ്പെടുത്തിയ പകൽമാന്യൻ്റെ ബന്ധുക്കൾ മാർക്കോസിൻ്റെ വീട്ടുകാരെ പീഡിപ്പിക്കുന്നതായി അറിവീട്ടി. എന്നും രാത്രിയിൽ ചീത്തവിളിയും വീടിന് നേർക്ക് കല്ലേറും. നിസ്സഹായരായ 3 പെൺമക്കളും തള്ളയും മാത്രം താമസിക്കുന്ന ഒരു വീടാണത്. കൊല്ലപ്പെട്ടയാളുടെ 2 അനുജന്മാരാണ് ചട്ടമ്പി കളിക്കുന്നത്. അവരിലൊരാൾ മാർക്കോസിൻ്റെ മൂത്ത മകളെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും അറിവായി. മാർക്കോസ് 3-4 ദിവസം മുഷ്ടിയുറുക്കി പിടിച്ച് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തടവറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സഹതടവുകാർ ഉറങ്ങുമ്പോൾ അയാൾ നടപ്പ് തുറന്നു. ഒടുവിൽ അയാൾ നോബിളിനോട് പറഞ്ഞു, നോബിളെ, ഞാനും ഉണ്ടടാ. ഞാനിനി ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഗുണമൊന്നുമില്ല. മറ്റവന്മാർ 2 തട്ടിക്കളഞ്ഞിട്ട് തൂക്കുമരത്തിൽ കയറിയാലും വേണ്ടില്ല. എൻ്റെ മക്കൾക്ക് ശേഷിച്ച കാലം പേടിക്കാണ്ട് ജീവിക്കാമല്ലോ. നോബിൾ ആദ്യം മാർക്കോസിനെ വിലക്കി. മാർക്കോസ് നോബിളിനോടൊപ്പം ജയിൽ ചാടുകയെന്ന ദൃഢ തീരുമാനത്തിലെത്തിയോടെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നോബിൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു. തുടർന്ന് 2 പേരും ചേർന്ന് ജയിൽ ചാടാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു തുടങ്ങി. പല പദ്ധതികളും അവരാലോചിച്ചു. എന്നാൽ അതൊന്നും ഫലപ്രദമായിട്ട് തോന്നിയില്ല. തടവുചാട്ടം പരാജയപ്പെട്ട പിന്നീട് ഒരിക്കലും അതിനൊരവസരം കിട്ടിയെന്ന് വരില്ല. പിടിക്കപ്പെടുന്നതിനേക്കാൾ ഭേദം മരണം തന്നെ. ഇവിടെ ഇടയ്ക്കിടെ തടവുകാർക്കുള്ള സാധനങ്ങളുമായി ലോറികൾ വന്നു പോകാറുണ്ട്. അതിൽ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിച്ചാലോ? മാർക്കോസ് ഒരു ദിവസം പറഞ്ഞു. അതൊരു നല്ല ആശയമാണെന്ന് നോബിളിനും തോന്നി. ലോറി മാത്രമല്ല, ജയിലുദ്യോഗസ്ഥരുടെ വാഹനങ്ങളും വരികയും പോവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ആ ദിക്കിലേക്ക് കടക്കാൻ പോലും തടവുകാർക്ക് സാധ്യമല്ല. അത്രമേൽ കർക്കശമാണ് കാവൽ സംവിധാനങ്ങൾ. അതിലൊരു വണ്ടി നമ്മൾ അടിച്ചെടുത്തെന്നിരിക്കട്ടെ, നമ്മളെ പിന്തുടരാൻ ഇവിടെ ഇവർക്ക് കുറേ വണ്ടികളുണ്ട്. അവരുടെ തോക്കുകളോടാണ് നമുക്കൊരു പിച്ചാത്തി പോലും ഇല്ലാതെ പൊരുതേണ്ടി വരിക. മാത്രമല്ല, അവരിവിടെ നിന്നും വയർലെസ്സിലൂടെ എല്ലായിടത്തേക്കും വിവരം അറിയിക്കും. പുറത്തേക്കുള്ള ഗേറ്റ് അടയ്ക്കും. അവിടെയും കാവൽക്കാരുണ്ട്. അവരുടെ കയ്യിൽ തോക്കുകളും. അവരെ തകർത്ത് അപ്പുറം കടന്നാലും അപ്പോഴേക്കും പോലീസ് പട സകല റോഡുകളിലും നിരന്നു കഴിഞ്ഞിരിക്കും. രക്ഷയില്ല, നോബിൾ പറഞ്ഞു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒരിക്കൽ കൂടി കാണാമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.